നമസ്കാരം. ശബരിമലയിലെ തത്വമസി എന്നെഴുതി വച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കഥ എന്താണ്? കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോൾ ഇന്ന് എനിക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടി. അല്ലെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, സ്വാമി ചിന്മയാനന്ദ അവർകളാണ് ഇതിനൊരു കാരണഭൂതനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള മറ്റൊരു കാര്യം എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക. അതായത് 1982 ഡിസംബർ 8 അവിടെ മേളം മേൽശാന്തിയായിട്ടുള്ള നാരായണൻ നമ്പൂതിരിയാണ് അവിടെ ഇത് സ്ഥാപിച്ചത്. ഇത് സ്ഥാപിക്കാനുണ്ടായ കാരണം, പൂന്തോട്ടം നാരായണൻ നമ്പൂതിരി ഇത് സ്ഥാപിക്കാനുണ്ടായ കാരണം, അതായത് ഈ 1982 ഡിസംബർ 8 മുമ്പ് സ്വാമി ചിന്മയാനന്ദനും ശ്രീ കാളിദാസ് എന്നറിയപ്പെടുന്ന ഒരാളും എയർപോർട്ടിൽ വെച്ച് കാണുന്നു. അപ്പോൾ കാളിദാസൻ സ്വാഭാവികമായിട്ട് സ്വാമിയുടെ അടുത്ത് പോകും. നമ്മളായാലും സ്വാമിമാരെ കണ്ടാൽ വിഷ് ചെയ്യും, കാരണം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന സംസ്കാരമുള്ളവരാണ്. അങ്ങനെ അടുത്ത് കൂടുകയും സ്വാമിയോട് ഗുരുദേവനോട് കാര്യങ്ങൾ ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ ചിന്മയാനന്ദ സ്വാമിയോട് കാര്യങ്ങൾ പറയുകയും, അപ്പോൾ ചോദിച്ചു ശബരിമല പോയ കാര്യമൊക്കെ പറയുകയും, എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് കാളിദാസനോട് ചോദിക്കുമ്പോൾ 7 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ കണ്ടത്? അപ്പോൾ അയ്യപ്പനെ കണ്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിന്മുദ്രയെക്കുറിച്ച് ചിന്മയാനന്ദ സ്വാമി പറയുന്നുണ്ട്. അത് വളരെ എന്നിട്ട് ചോദിച്ചു, നിന്റെ ഹൃദയത്തിൻ്റെ വലിപ്പം എനിക്ക് കാണിച്ചു തരുമോ? ഞാൻ വിരൽ അകത്ത് മുഷ്ടി ചുരുട്ടി കാണിച്ചു. കാളിദാസൻ ചെയ്ത പ്രവൃത്തിയെ പറയുന്നു. ഗുരുദേവൻ തൻ്റെ വിരൽ നഖം, അതായത് തമ്പ് കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇതിനെ എന്താണ് വിളിക്കാറുള്ളത്? സാധാരണ അതിനെ തള്ളവിരൽ എന്ന് പറയും. എല്ലാ വിരലുകളുടെയും അമ്മയാണ് ഈ തള്ളവിരൽ. ഗുരുദേവൻ തള്ളവിരൽ തത് എന്നതിനെ അതായത് സൂചിപ്പിക്കുന്ന മനസ്സിൻ്റെ അന്തർദ്യാമിയായ ഈ ഹൃദയേശ്വരൻ ഏറ്റവും അടുത്തുള്ളവനാണെങ്കിലും നമ്മൾ ഇതിനെ അത് അകലെയുള്ളതെന്ന് വിളിക്കുന്നു. പിന്നെ നീ മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ അതിനെ വിരൽ ചൂണ്ടുന്നു. അത് ഏത് വിരലാണെന്ന് ചോദിക്കുന്നു. അത് ചൂണ്ടുവിരലാണെന്ന് പറയുന്നു. അപ്പോൾ ചൂണ്ടുവിരൽ ത്വം എന്ന നീ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മറ്റത് ഞാൻ, തള്ളവിരൽ ഞാനും, മറ്റത് നീയും. അപ്പോൾ എന്നിട്ട് ഇത് രണ്ട് തള്ളവിരലും ഈ ചൂണ്ടുവിരലും കൂടി ഒന്നിപ്പിക്കുമ്പോൾ ഇത് ഐക്യം അസി ആകുന്നു. അതായത് തത്വം അസി നീ അതാണ് എന്നുള്ള ഒരു അർത്ഥവും കൂടി അതിനകത്ത് വരും. എന്നിട്ട് ഗുരുദേവൻ പറഞ്ഞു, തത്വം അസി എന്നാണ് ഈ തത്വമസിയുടെ ഒരു പിരിച്ചെടുക്കുമ്പോൾ അത് നീ ആകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഈ കാര്യം ശബരിമലയിൽ ഒന്ന് അറിയിക്കണം എന്ന് പറയുകയും അവിടുത്തെ പടി ആളുകൾ 18ാം പടി കയറുന്ന ആളുകൾ ഇത് കാണുന്ന നിലയിൽ അവിടെ സ്ഥാപിക്കുവാനുള്ള ഒരു നിർദ്ദേശം വെച്ച് നോക്കുക ദേവസ്വം ബോർഡിനോട്. അത് അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. അങ്ങനെ ഈ കാളിദാസ് ഇദ്ദേഹത്തിൻ്റെ ദൗത്യമായി, നമ്മുടെ ചിന്മയാനന്ദ സ്വാമിയുടെ ദൗത്യമായി ശബരിമലയിൽ പോവുകയും അവിടെ ചെന്നിട്ട് അദ്ദേഹം ശബരിമലയിൽ ദേവസ്വം ബോർഡ് പറയുകയും അവരത് ചെയ്യുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കിടക്കുന്ന ഒരു രേഖ. ഇനി ഈ തത്വമസി എന്ന വാക്ക് ചിന്മയാനന്ദ മിഷൻ സ്വാമി കണ്ടുപിടിച്ചതല്ല. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു കളയരുത്. തത്വമസി എന്ന വാക്ക് വരുന്നത് നമ്മുടെ പുരാണമല്ല, ഉപനിഷത്തുകളിലല്ല. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അടുത്തിരുന്നത് വേദങ്ങളും പിന്നെ ഉപനിഷത്തുകളാണ്. അടുത്തിരുന്നത് അല്ലെ പിന്നെ വന്നത് അവസാനം വന്ന വേദാന്തമാണ്. ഉപനിഷത്ത് എന്ന് പറയുന്നത് അടുത്തിരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഒരു ചെറിയ ഒരു ഗ്രേഡ് കുറഞ്ഞതല്ല, ഒരു രണ്ടാമതെന്നുള്ള അർത്ഥം. രണ്ടാമെന്ന് പറഞ്ഞാൽ വേദങ്ങൾ പിന്നെ ഉപനിഷത്ത്, അങ്ങനെ പഠിച്ചാൽ മതി. ഉപനിഷത്തുകളിൽ ധാരാളമായി അന്വേഷണമാണ്. അന്ന് മുഴുവൻ അന്വേഷണമാണ്. യാജ്ഞവൽക്യനും ഗാർഗിയും എല്ലാവരും അന്വേഷണമാണ്. അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അന്ന് 12 വർഷം ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു വന്ന ശ്വേതകേതുവിനോട് അച്ഛൻ അരുണ മഹർഷി, ഉദാലകൻ എന്ന പേരുമുണ്ട്, മകനെ നീ എന്തൊക്കെ പഠിച്ചു എന്ന് ശ്വേതകേതുവിനോട് ചോദിക്കുന്നു. അപ്പം 12 വർഷം പഠിച്ചിട്ട് വന്ന മകനാണ്, ഞാൻ വേദം പഠിച്ചു, വേദാംഗം പഠിച്ചു, പിന്നെ ശാസ്ത്രം പഠിച്ചു എന്നൊക്കെ പറയും. വളരെ അഹങ്കാരത്തോടു കൂടി മകൻ സംസാരിക്കുമ്പോൾ അപ്പോൾ അച്ഛൻ പറയും, അതായത് ഈ അരുണ മഹർഷി അല്ലെങ്കിൽ ഉദാലകൻ പറയും, നീ അങ്ങനെ അഹങ്കരിക്കേണ്ട, നീ അങ്ങനെ വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയും, തത്വമസി എന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പറയും. തത്വമസി എന്ന് പറഞ്ഞ് ഞാൻ പറയും, തത്വം അസി, അത് നീയാണ്. അപ്പം ദൈവത്തെ കണ്ടോ എന്ന് ചോദിക്കും. ഈ ദൈവത്തിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ്, ദൈവത്തിനെ കണ്ടില്ല, കാണാൻ പറ്റിയില്ല എന്ന് മകൻ്റെ ഒരു പരാതി പോലെ മൻ പറയും. അത് ഞാൻ ദൈവത്തെ കണ്ടില്ല എന്ന് പറയും. അപ്പോഴാണ് പറയുന്നത്, നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് നീ തന്നെയാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നത്. എന്നിട്ട് ഇത് ചാന്ദികോപനിഷത്തിലാണ് കിടക്കുന്നത്. ഉപനിഷത്തിന് പല ഉപനിഷത്തുകളുണ്ട്, അത് നമുക്ക് വിശദമായി പിന്നെ പറയാം. അതിൽ ചാന്ദികോപനിഷത്തിലാണ് കിടക്കുന്നത്. അതിനകത്ത് കാമം, ക്രോധം, ലോഭം എന്നുള്ള വിവിധ രാഗങ്ങളുടെ കഥകളൊക്കെ ഉണ്ട്. അത് നമുക്ക് പറയാം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ 4 കാഴ്ചപ്പാട്, 4 ഐറ്റം കിടപ്പുണ്ട്. 4 ഭാഗത്തായിട്ട് ഈ തത്വമസി പോലെ
വേറെ 3 കാര്യങ്ങളിലൂടെ ഉണ്ട്. ഒന്ന് അഹം ബ്രഹ്മാസ്മി. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാകുന്നു. ഈ കാഴ്ചപ്പാട് നമുക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞു പോവാം. നിങ്ങൾ നമ്മളെ തുടർച്ചയായി നമ്മളെ വീഡിയോയിൽ കണ്ടാൽ മതി. ഞാൻ പരമമായ യാഥാർത്ഥ്യമാണ്, സത്യമാണ്, അയാം ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ്. അത് ബൃഹദാരണ്യ ഉപനിഷത്തിലാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. തത്വമസി എന്ന് പറയുന്നത് വേറൊരു ഉപനിഷത്തിലാണ്, ചാന്ദക്യ ഉപനിഷത്തിലാണ്. അത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പിന്നെ ബൃഹദാരണ്യ ഉപനിഷത്തിലാണ്. അഹം എന്ന് പറഞ്ഞാൽ ബോധമാണ്, ആത്മാവെന്ന് പറയുന്നത് അഹം തന്നെയാണ്, ബോധം ബ്രഹ്മം, അങ്ങനെ പറയുന്ന പോട്ടെ. ഇനി ശുക്ല യജുർവേദത്തിലാണ്, യജുർവേദത്തിന്റെ ഭാഗമായിട്ടുള്ള ബൃഹദാരണ്യ ഉപനിഷത്തിലാണ് അത് പറയുന്നത്. മൂന്നാമത് ഇതേ കാഴ്ചപ്പാട് തന്നെ മറ്റൊരു ഉപനിഷത്തിലും പറയുന്നുണ്ട്. ഐതരേയ ഉപനിഷത്തിൽ പറയുന്നുണ്ട് പ്രജ്ഞാനം ബ്രഹ്മ. അതും ഇത് തന്നെയാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ നല്ല അറിവ്, അല്ലെ കൂടിയ അറിവ്, സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് ബ്രഹ്മ തന്നെയാണ്. ഞാൻ ബ്രഹ്മം തന്നെയാണെന്നുള്ള അർത്ഥം വരുന്നു അവിടെയും. പിന്നെ അയാത്മ ബ്രഹ്മ, അത് പിന്നെ ബ്രഹ്മധാരണ്യ ഉപനിഷത്തിൽ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നതാണ് അയാത്മ ബ്രഹ്മ. അതും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ 3-4 കാഴ്ചപ്പാടുകളനുസരിച്ച് ഞാൻ എന്ന് പറയുന്നത് ആരാണ്? അതാണ് വിഷയം. ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. ഇനി ഇവിടെ ഭൂമിയിലുള്ളത്, പ്രപഞ്ചത്തിലുള്ളത് പരമാത്മാവാണ്. ഞാനും പരമാത്മാവുമായിട്ടുള്ള ബന്ധമാണ് പ്രധാനം. എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മത്തിന്റെ ഭാഗമാണ് ഞാൻ. അപ്പൊ മറ്റൊന്ന് ഈ ഭൂമിയിലില്ല. സകല ചരാചരങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും പഞ്ചേന്ദ്രിയങ്ങളുടെയും എല്ലാം ആകെ തുകയാണ് ഞാൻ. ആ ഞാൻ ഈ പിന്നെ അവിടെ പോയി ശബരിമല പോകുമ്പോൾ ഈ പറയുന്ന പോലുള്ള കഥകൾ പറയുന്നുണ്ട്. ഇനി ഇതിനകത്തൊരു രസകരമായ കാര്യം കൂടി പഠിക്കേണ്ടതുണ്ട്. അതായത് ഈ 18 പടികളെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യണം. അതിനകത്ത് 18 പടി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ തത്വമസിയും കൂടെ വരുന്നത്. അത് അടുത്ത വീഡിയോ കണ്ടാൽ മതി. എന്തായാലും തത്വമസി എന്ന് എഴുതി വെച്ചത് 1982 ശേഷം ഇപ്പോൾ 2025 ഇത്രയും വർഷമായി. പക്ഷെ ഇതാണ് ഓരോരുത്തരും എടുത്ത് തള്ളിമറിച്ച് പോകുന്നത്. ഈ ഉപനിഷത്തിന്റെ കഥ പറയില്ല, പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വേദത്തിന്റെ കഥ പറയില്ല. ഇതൊന്നും പറയാതെ അവിടെ പോയി അവിടെ തത്വമസി എഴുതി വെച്ചിരിക്കുന്നു, അത് തന്നെയാണ് നീ തന്നെയാണ് ഞാൻ തന്നെയാണ് നീ എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ വികലമായ രീതിയിൽ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ നമ്മൾ സജ്ജമായത്. എന്തായാലും വിവിധങ്ങളായ ഇത്തരം വിഷയങ്ങൾ ചരിത്രത്തിലും ആത്മീയ പുസ്തകങ്ങളിലോ കിടക്കുന്നത് നമ്മൾ അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്കോ തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടായി തിരുത്താം.